اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഒരുപാട് ആളുകൾ തിജാനി ത്വരീഖത്തിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം. ഒരു യഥാർത്ഥ തിജാനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഭാഗ്യം, ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തിജാനി തങ്ങൾ പറയുന്നുണ്ട്, ഒരു തിജാനി ബൈഅത്തോടുകൂടെ ആ തിജാനിയുടെ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കും. ഒരു തിജാനി മശായിഖന്മാരിൽപ്പെട്ട ഒരു മശായിഖിൻ്റെ കരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മുഖദ്ദമിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ബൈഅത്തോടുകൂടെ ആ മുരീദിൻ്റെ ഉത്തരവാദിത്വം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കും. ഒരുപാട് കഠിനമായ ധ്യാനമുറകളോ അല്ലെങ്കിൽ താങ്ങാവുന്നതിനപ്പുറമുള്ള അദ്കാറുകളൊന്നും ഈ ത്വരീഖത്തിലില്ല. വളരെ സരളമായ രൂപത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് തിജാനി ത്വരീഖത്തിൻ്റെ ഔറാദുകളൊക്കെ ഉള്ളത്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ പറയുന്നുണ്ട്, ഈ ത്വരീഖത്തിലെ ദിക്റുകൾക്കുള്ള ഖാസായ സമ്മതമാണ് ഒരു മുരീദിനെ പ്രത്യേകക്കാരാകുന്ന ആളുകളിലേക്ക് ചേർക്കാനുള്ള കാരണം. ഒരു മുഖദ്ദമിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ത്വരീഖത്തിലെ മശായിഖന്മാരെ കയ്യിൽ നിന്നുള്ള ഖാസായ സമ്മതം കിട്ടിയാൽ മതി. അതോടുകൂടെ ആ വ്യക്തിയെ പ്രത്യേകക്കാരാകുന്ന ആളുകളിലേക്ക് ചേർക്കപ്പെടും. തർബിയത്തിൻ്റെ ഷേഖുമാർ ഉള്ള ഏതൊരു ത്വരീഖത്തും അവരൊക്കെ ആ ത്വരീഖത്തിലുള്ള മശായിഖന്മാർ അവിടുത്തെ മുരീദന്മാർക്ക് ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഖാദിരിയ ത്വരീഖത്ത്, റിഫാഇയ്യ ത്വരീഖത്ത് തുടങ്ങിയ പ്രമുഖരായ ത്വരീഖത്തിൻ്റെ ഉന്നതരായ സൂഫിയാക്കളും പണ്ഡിതന്മാരും ഔലിയാക്കളൊക്കെ ആ ത്വരീഖത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ മുരീദിന് ലഭിക്കുന്ന സന്തോഷ വാർത്തകളെ കുറിച്ചൊക്കെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ തിജാനി ത്വരീഖത്തിലും അതിൻ്റെ പൂർണ്ണമായ ഷർത്തുകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഉണർത്തുന്നത്. അതിലൊന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ യഥാർത്ഥ തിജാനിയാവലോടുകൂടെ അദ്ദേഹം ഈമാൻ സലാമത്തായി മരണപ്പെടും. ഒരിക്കലും ആ വ്യക്തിക്ക് സൂഉൽ ഖാത്തിമ, മോശമായ മരണം ഉണ്ടാവൂല. മാത്രമല്ല മരണവേളയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യമുണ്ടാവും. സക്കറാത്തിൻ്റെ കഠിനമായ ആ ഒരവസ്ഥയിൽ നിന്ന് ഒരു യഥാർത്ഥ തിജാനിക്ക് രക്ഷപ്പെടാൻ കഴിയും. മാത്രമല്ല നമ്മളൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയത്തോടുകൂടെ കേട്ട
മഹ്ശറ എന്ന് പറയുന്ന ആ സ്ഥലം, ആ സ്ഥലത്ത് അദ്ദേഹം നിർഭയനായി യാത്രയാക്കപ്പെടും. അർശിന്റെ തണൽ ഒരു യഥാർത്ഥ തിജാനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഹൗദുൽ കൗസർ ആ വ്യക്തിക്ക് നൽകപ്പെടും. മാത്രമല്ല അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യം കൊണ്ട് ഹിസാബ് കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തിയെ സ്വർഗത്തിൽ കടത്തും. ഒക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലേറെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു യഥാർത്ഥ തിജാനിയുടെ കാരണത്താൽ, ആ തിജാനിയത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ അവർ തിജാനിയത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനം നൽകും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല സ്വർഗം കൊടുക്കും. ഈ ഹക്കായ ത്വരീഖത്തിനെ എതിർക്കാത്ത ഒരു നിഷ്കളങ്കനായ വ്യക്തിയാണെങ്കിൽ അവൻ തിജാനിയത്ത് സ്വീകരിക്കണ്ട. അവൻ തിജാനിയുടെ മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ സന്താനങ്ങളാണെങ്കിൽ തന്നെ അവർക്ക് സ്വർഗപ്രവേശനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മാത്രമല്ല അവർ മരിക്കുന്നതിൻ്റെ മുമ്പായി ഫതുഹുൽ അക്ബർ എന്ന് പറയുന്ന അത്യുന്നത ആത്മീയമായ വെളിപാട് അവർക്കുണ്ടാവും എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരണത്തിൻ്റെ മുമ്പ് യഖ്ലത്തൻ അവനക്ക് കാണാൻ കഴിയും. പല ആളുകൾക്കും ഒരുപക്ഷെ സംശയം വരാം, ഇതൊക്കെ വിശ്വസനീയമാണോ? ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത്. ശരിക്ക് തസവുഫിൻ്റെ ഗ്രന്ഥങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ, അത് പരിശോധിച്ചാൽ അവൻ്റെ സംശയങ്ങൾ തീരും. ഈ തസവുഫിനെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാത്തവർക്ക് ഇതിൻ്റെ സംശയം വന്നേക്കാം. എന്നാൽ 100 കണക്കിന് തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരെ ത്വരീഖത്തിൻ്റെ കിതാബുകളിൽ വ്യക്തമായി ഇതുപോലത്തെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ മുരീദാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ എൻ്റെ ത്വരീഖത്ത് സ്വീകരിച്ചില്ല, എന്നാൽ ആ വ്യക്തി എന്നെയും എൻ്റെ വഴിയെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു, എന്നാൽ അവൻ അല്ലാഹുവിൻ്റെ വലിയായിട്ടല്ലാതെ മരണപ്പെടുകയില്ല. അഹ്മദ് തിജാനി തങ്ങൾ പറയാണ്, എൻ്റെ ത്വരീഖത്ത് സ്വീകരിച്ചില്ല, എന്നാൽ എൻ്റെ വഴിയെ ആദരിച്ചു, ബഹുമാനിച്ചു, സ്നേഹിച്ചു എങ്കിൽ അവനൊരു വലിയായിട്ടല്ലാതെ മരണപ്പെടൂല. കേവലം ഒരു മുഹിബായ ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനമാണ്. അപ്പോൾ യഥാർത്ഥ മുരീദിന് അള്ളാഹു നൽകുന്ന സ്ഥാനം എത്രയായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.